കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചി നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ച യു.ഡി.എഫിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കിരീടമല്ല, മറിച്ച് മുൾക്കിരീടമാണെന്ന് പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ആവേശത്തെക്കാൾ വലിയ തലവേദനയാണ് ഇപ്പോൾ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ നിശ്ചയിക്കുന്നതിലൂടെ പാർട്ടി നേതൃത്വം നേരിടുന്നത്. കൊച്ചിയിലെ നിർണായക ശക്തിയായ ലത്തീൻ കത്തോലിക്ക സഭ മേയർ പദവിക്കായി പരസ്യമായി രംഗത്ത് വന്നതോടെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീരദേശ വോട്ടുകൾ നിർണായകമാണെന്നിരിക്കെ സഭയെ പിണക്കാതെ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്ന ആലോചനയിലാണ് KPCC നേതൃത്വം. കൊച്ചി കോർപ്പറേഷൻ രൂപാകൃതമായ കാലം മുതൽ നഗരഭരണത്തിൽ ലത്തീൻ സമുദായം വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വെറും ചർച്ചകളിൽ ഒതുക്കാതെ പരസ്യമായ സമ്മർദ്ദ തന്ത്രത്തിലേക്കാണ് സഭ കടന്നിരിക്കുന്നത്. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉന്നയിച്ച കണക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. വിജയിച്ച 36 UDF കൗൺസിലർമാരിൽ 18 പേരും ലത്തീൻ സമുദായത്തിൽ സ്വാധീനമുള്ള ഡിവിഷനുകളിൽ നിന്നുള്ളവരാണ്. അതായത് കോൺഗ്രസിന്റെ വിജയത്തിന്റെ 50% ഈ സമുദായത്തിന്റെ പിന്തുണയോടെയാണ്. അതിനാൽ ഭരണത്തിന്റെ തലപ്പത്ത് തങ്ങളുടെ പ്രതിനിധി വരണമെന്നത് കേവലം ആഗ്രഹമല്ല, മറിച്ച് നീതിയുക്തമായ അവകാശമാണെന്നാണ് സഭയുടെ വാദം. ഷൈനി മാത്യു, മിനിമോൾ VK എന്നിവരുടെ പേരുകൾ സഭ മുന്നോട്ട് വെച്ചതോടെ ചർച്ചകൾ വ്യക്തികളിൽ നിന്നും സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. പാർട്ടി നേതൃത്വത്തിന്റെ മനസ്സിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേര് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റേതാണ്. സംഘടനയിലെ പ്രവർത്തന പരിചയം, മികച്ച പ്രസംഗക എന്ന നിലയിലുള്ള സ്വാധീനവും ദീപ്തിക്ക് അനുകൂലമായ ഘടകങ്ങളാണ്.